ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ഫ്ലൈറ്റ് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് അല്ലേ ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവ് ബായ്. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് ബാണാസുര സാഗർ ഡാം സ്പെഷ്യാലിറ്റീസ്, ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ടെന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്. അതോടൊപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമുമാണ് ഈ ബാണാസുര സാഗർ ഡാം എന്നത്. ഇത് നിർമ്മിച്ചത് 1979 ഇത് നിർമ്മിച്ചത്. വൈദ്യുതി ഉൽപ്പാദനവും അതോടൊപ്പം ജലസേചനവും ഇതിലൂടെ നടക്കുന്നു. ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് 126 മീറ്ററാണ്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 2245 അടിയാണ്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് ഉയരം 126 അടിയും നീളം 2245 അടിയുമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. ഇതിൻ്റെ സംഭരണശേഷി എന്ന് പറയുന്നത് 775 മീറ്ററാണ് ഇതിൻ്റെ സംഭരണ ശേഷി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് 61.45 കിലോമീറ്റർ സ്ക്വയറാണ് ഇവിടുത്തെ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവർ പ്ലാന്റ്, ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് ഇവിടെയാണ്. അതും മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം വിനോദസഞ്ചാരികളെ നിരവധി ആകർഷിക്കുന്ന അണക്കെട്ടുകളിൽ ഒന്നാണിത്. അതോടൊപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് റിസോർട്ട്, ഹിൽ റിസോർട്ട്, അതും ഇതിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളെ വളരെയധികം ഇവിടേക്ക് ആകർഷിക്കുന്നു. പടിഞ്ഞാറത്തറ KCB സബ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്, നിയന്ത്രണത്തിലാണ് ഈ അണക്കെട്ട് വരുന്നത്. വയനാട് ജില്ലയിലെ ജലസേചനത്തിനും അതോടൊപ്പം കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിനുമെല്ലാം ഈ ഡാമിനെ ആശ്രയിക്കുന്നു. വയനാട്ടിലെ കബനി നദിയുടെ പോഷക നദിയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്, ബാണാസുര എന്നത്. അതോടൊപ്പം ഇതിന് പേര് വരുവാനായിട്ടുള്ള കാരണം ഐതിഹ്യമനുസരിച്ച്, ഹിന്ദു പുരാണം അനുസരിച്ച് മഹാബലിയുടെ പുത്രൻ്റെ പേരാണ് ഈ ഡാമിന് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. കൽപ്പറ്റയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററും ബത്തേരിയിൽ നിന്നും ഏകദേശം 41 കിലോമീറ്ററും മാനന്തവാടി, സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഏകദേശം 41 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്നും ഏകദേശം 21 കിലോമീറ്ററുമാണ് ഈ അണക്കെട്ടിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ് ബാണാസുര സാഗർ ഡാം എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.